നമസ്കാരം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ടെഡി ബിയറിനെ പറ്റിയാണ്. ഷോക്കേസുകളിലും മാളുകളിലും കുട്ടികളുടെ കയ്യിലും എന്നുവേണ്ട കാർട്ടൂൺ കഥാപാത്രമായ മിസ്റ്റർ ബീനിൻ്റെ പോലും സന്തത സഹചാരിയായ കരടിപ്പാവയെ ഓർക്കുന്നില്ലേ? ഓമനത്തും തുളുമ്പുന്ന മുഖവുമായിരിക്കുന്ന ആ കരടിക്കുട്ടന്മാരാണ് ടെഡി ബെയേഴ്സ്. ലോകമെമ്പാടുമുള്ള കൊച്ചുകുട്ടികളുടെ ആദ്യ കൂട്ടുകാരനാണ് ടെഡി ബെയർ. അവരോടൊപ്പം ഇരിക്കുകയും ഉറങ്ങുകയും യാത്ര ചെയ്യുകയും ചെയ്യുന്ന ഈ കരടിപ്പാവയുടെ ജന്മദിനം എല്ലാ വർഷവും സെപ്റ്റംബർ 9-നാണ് ആഘോഷിക്കുന്നത്. ലോകത്ത് ഏറ്റവും പ്രചാരമുള്ള പാവകളിലൊന്നായ ഇവയുടെ പിറവിക്ക് പിന്നിൽ രസകരമായൊരു കഥയുണ്ട്. അതെന്താണെന്ന് നോക്കാം. അമേരിക്കയുടെ 24ാമത്തെ പ്രസിഡൻ്റായിരുന്നു തിയോഡർ റൂസ്വെൽറ്റ്. അദ്ദേഹം നായാട്ടിൽ തൽപരനായിരുന്നു. പ്രസിഡന്റ് പദവിയിലിരിക്കെ റൂസ്വെൽറ്റ് ഒരിക്കൽ തൻ്റെ സംഘത്തോടൊപ്പം മിസിസിപ്പി പ്രദേശത്ത് വേട്ടയ്ക്ക് പോയി. വനമാകെ ഇളക്കിമറിച്ച് അലഞ്ഞെങ്കിലും വൈകുന്നേരമായിട്ടും തിയോഡറിന് ഒരു മൃഗത്തെയും വേട്ടയാടാനായില്ല. പ്രസിഡന്റിൻ്റെ വിഷമം കണ്ട് കൂടെയുള്ളവർ ഒരു കരടിക്കുട്ടിയെ ജീവനോടെ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ടു. തിയോഡറിൻ്റെ സന്തോഷത്തിനായി വെടിവെക്കാനായിരുന്നു അവർ അങ്ങനെ ചെയ്തത്. എന്നാൽ കൂട്ടാളികളുടെ ഈ നടപടി ശരിയല്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വെടിവെക്കാൻ വിസമ്മതിച്ചു. അന്ന് വൈകിട്ട് തന്നെ തിയോഡറും സംഘവും കരടിക്കുട്ടിയെ അഴിച്ചുവിട്ട് തിരിച്ചു വന്നെങ്കിലും സംഭവം അമേരിക്കയാകെ പ്രചരിച്ചു. ഈ സംഭവവും അന്നത്തെ അമേരിക്കൻ രാഷ്ട്രീയ സാഹചര്യവും കോർത്തിണക്കി ക്ലിഫോർഡ് ബെറിമാൻ എന്ന കാർട്ടൂണിസ്റ്റ് 1902 വാഷിംഗ്ടൺ പോസ്റ്റ് പത്രത്തിൽ ഡ്രോയിങ് ദ ലൈൻ ഇൻ മിസിസിപ്പി എന്ന കുറിപ്പോടെ പ്രസിദ്ധീകരിച്ചു. കാർട്ടൂൺ കണ്ട മോറിസ് മിക്ടോം എന്ന പാവ നിർമ്മാതാവ് അതിലെ വിപണന സാധ്യത മനസ്സിലാക്കി ഓമനത്വം തോന്നുന്ന ഒരു കരടിപ്പാവയുണ്ടാക്കി. പുതിയ പാവയ്ക്ക് പ്രസിഡന്റിൻ്റെ ഓമനപ്പേരായ ടെഡി എന്ന പേര് നൽകുന്നതിന് അനുമതി ചോദിച്ച് മോറിസ് റൂസ്വെൽറ്റിന് കത്തയച്ചു. അനുമതി ലഭിച്ചതോടെ പുതിയ കരടിപ്പാവയ്ക്ക് ടെഡി ബെയർ എന്ന് നാമകരണം ചെയ്ത് വിപണിയിലെത്തിച്ചു. ചൂടപ്പം പോലെ വിറ്റുപോയ പാവകൾ പ്രചാരം നേടിയതോടെ അദ്ദേഹം മോറിസ് ഐഡിയൽ ടോയ് കമ്പനി എന്ന പാവ നിർമ്മാണ സ്ഥാപനം ആരംഭിക്കുകയും വൻതോതിൽ ടെഡി ബെയർ പാവകളുടെ നിർമ്മാണം തുടങ്ങുകയും ചെയ്തു. പ്രസിഡന്റ് റൂസ്വെൽറ്റിൻ്റെ ദയ നേടിയ കരടിക്കുട്ടി സ്നേഹത്തിൻ്റെയും മമതയുടെയും സഹാനുഭൂതിയുടെയും പ്രതീകമായി ലോകമൊട്ടാകെയുള്ള കുട്ടികളുടെയും മുതിർന്നവരുടെയും പ്രിയപ്പെട്ടതാകാൻ അധികം വൈകിയില്ല. ആദ്യമൊക്കെ കരടിക്കുട്ടിയുടെ തനി പ്രതിരൂപമായിരുന്നു പാവയ്ക്കെങ്കിലും കാലം കഴിയും തോറും രൂപത്തിലും നിർമ്മാണ സാമഗ്രികളിലും മാറ്റങ്ങൾ വന്നു. ഓരോ രാജ്യങ്ങളിലും അവിടുത്തേതായ തനത് ശൈലികളും കടന്നുവന്നു. യൂറോപ്പിൽ പ്രചാരം നേടിയത് വിന്നി ദ പൂ എന്ന കാർട്ടൂൺ കഥാപാത്രത്തിനോട് സാമ്യമുള്ള കരടിപ്പാവകളാണ്. ധ്രുവക്കരടിയോടും ഗ്രിസ്ലി കരടികളോടും പാണ്ടയോടും കൊവാലയോടും സാമ്യമുള്ള പാവകൾ ഇന്ന് പ്രചാരത്തിലുണ്ട്. സിനിമകളിലും സാഹിത്യത്തിലും സംഗീതത്തിലും ടെഡി ബിയർ സാന്നിധ്യമറിയിച്ചിട്ടുണ്ട്. ലോകത്ത് പല ഭാഗങ്ങളിലും ടെഡി ബിയർ പാവകളുടേതു മാത്രമായുള്ള മ്യൂസിയങ്ങളുണ്ട്. ഈ വീഡിയോ കാണുന്ന നിങ്ങളുടെ കയ്യിലും ടെഡി ബിയർ പാവയുണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. കഥ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.